അന്നകര വടക്കേ കോൾപ്പടവിൽ വെള്ളമില്ലാതെ നെൽകർഷകർ ദുരിതത്തിലായി. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അധികൃതരുടെ നിർദ്ദേശപ്രകാരം കൃഷി ചെയ്ത കർഷകരാണ് ദുരിതത്തിലായത്. അന്നകര കോക്കൂർ റോഡിന് സമീപം കൃഷി ചെയ്തിരിക്കുന്ന കൃഷിക്കാർക്കാണ് വെള്ളം ലഭിക്കാത്തത്. വടക്കൻ വർഗീസ്, വാഴപ്പള്ളി ലോറൻസ്, എലുവത്തെങ്കൽ ഗബ്രിയേൽ, എലുവത്തെങ്കൽ ലൂസി, നാലുപുരയ്ക്കൽ പ്രജീഷ്, NS പ്രബീൻ എന്നീ കർഷകരുടെ 10 ഏക്കറോളം വരുന്ന സ്ഥലത്തെ നെൽകൃഷിയാണ് വെള്ളമില്ലാതെ പ്രതിസന്ധിയിലായത്. ആവശ്യത്തിന് വെള്ളമില്ലാത്തതിനാൽ 100 ദിവസത്തോളം പ്രായമായ നെൽച്ചെടികൾക്ക് ഇതുവരെയും കതിർ വന്നിട്ടില്ല. വെള്ളമില്ലാത്തതിനാൽ വാങ്ങിവെച്ച രാസവളം ഉപയോഗിക്കാനും കഴിയുന്നില്ല. നെൽകൃഷി നശിക്കുന്ന വിവരം ചൂണ്ടിക്കാട്ടി നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായില്ലെന്ന് കർഷകർ പറഞ്ഞു. 1 മാസമായിട്ടും 1.5 മാസമായിട്ടും പല സ്ഥലങ്ങളിലേക്കും വെള്ളം എത്താണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവര് മോട്ടോറുകളും സംവിധാനങ്ങളും ഓരോ ദിവസവും പുതിയത് തരാം അല്ലെങ്കിൽ ഉണ്ടാക്കി തരാമെന്നുള്ള സംവിധാനങ്ങൾ പറഞ്ഞിട്ട് ഇതുവരെയ്ക്കും ഒരു സംവിധാനം കടമെടുത്തിട്ടും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ വലിച്ചു വാരി ഉണ്ടാക്കി കൊണ്ടുവന്നത് ആ പൈസ മുഴുവനും നഷ്ടമായി പോവുക. ഞങ്ങളൊരു 5-8 മാസം ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് ഞങ്ങൾക്ക് 1 ഉറുപ്പ്യ പോലും ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നില്ല. 1 ഏക്കറിൽ കൃഷി ചെയ്യുന്നതിന് 35,000 മുതൽ 40,000 രൂപ വരെയാണ് ചിലവ് വരുന്നത്. ഇനിയും വെള്ളം ലഭിച്ചില്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടി. 250 ഏക്കർ വിസ്തൃതിയുള്ള കോൾപ്പടവിൽ കൃഷിക്കായി പടവിലേക്ക് വെള്ളമിറക്കുന്നതിന് ചെറിയ മോട്ടോറുകളാണ് നിലവിലുള്ളത്. ചെറിയ മോട്ടോറുകൾക്ക് പകരം വലിയ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്താൽ മാത്രമാണ് ഈ ഭാഗങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുകയുള്ളൂ. വെള്ളം ഒഴുകിയെത്തുന്ന ചെറിയ ചാലുകളിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നത് വെള്ളത്തിൻ്റെ സുഗമമായ ഒഴുക്ക് തടസ്സപ്പെടാൻ കാരണമാകുന്നുണ്ടെന്ന് കർഷകർ പറഞ്ഞു. TCV ന്യൂസ്, പാവറട്ടി.